ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 21 രാവിലെ 9 മണിക്കും 10 മണിക്കിടയിൽ നമ്മുടെ ബുക്ക് മൈ ഷോയിൽ വലിയൊരു സുനാമി അടിച്ച കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. കഴിഞ്ഞ ഒരു മണിക്കൂറിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതെല്ലാം തന്നെ വാക്കുകൾക്ക് അതീതമാണ്. ലാലേട്ടൻ്റെ ഒരു വലിയ സിനിമ, വലിയ ഹൈപ്പുള്ള സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയാൽ ആ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് ആദ്യ ദിവസം മുന്നേ തന്നെ, അഭിപ്രായങ്ങൾക്ക് മുന്നേ തന്നെ ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം സംഭവിക്കും അതിൻ്റെ സ്ട്രീമാണ് ഇന്ന് നമുക്ക് ബുക്ക് മൈ ഷോയിൽ കാണാനായിട്ട് കഴിഞ്ഞത്. രാവിലെ 9 മണിക്ക് സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ച മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 1000-ലധികം ടിക്കറ്റുകൾ വിറ്റഴിച്ച സിനിമ പിന്നെ 10,000 ടിക്കറ്റുകൾ, 20,000 ടിക്കറ്റുകൾ, 40,000 ടിക്കറ്റുകൾ, 60,000 ടിക്കറ്റുകൾ, 83,000-ൽ പരം ടിക്കറ്റുകൾ, ശേഷം 93,000-ലധികം ടിക്കറ്റുകൾ, ഏറ്റവും അവസാനം അത് എത്തിച്ചേർന്നത് 96,000 ടിക്കറ്റുകളിലേക്കാണ്. ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന ഒരു മണിക്കൂറിലെ ടിക്കറ്റ് സെയിൽ, അതിലുപരി ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു മണിക്കൂറിലെ ഏറ്റവും ഉയർന്ന ബുക്ക് മൈ ഷോ വഴിയുള്ള ടിക്കറ്റ് സെയിലാണ്. എമ്പുരാന്റെ ഇന്ത്യൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച് വെറും ഒരു മണിക്കൂറിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ലാലേട്ടന്റെ ഏത് ലെവൽ സ്റ്റാർഡമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അതിശയത്തോടെ നാം ഉറ്റുനോക്കുന്നു. ഇതിനിടയിൽ പല ഇന്ത്യൻ സിനിമകളെയാണ് ബുക്ക് മൈ ഷോയിൽ നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാൻ ടിക്കറ്റ് സെയിലിൻ്റെ കാര്യത്തിൽ മറികടന്നത് എന്ന് പ്രത്യേകം എടുത്ത് പറയട്ടെ. ഇപ്പോഴത്തെ KGF-നെല്ലാം തന്നെ വലിയ മാർജിനിലെ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ മറികടന്നിരിക്കുകയാണ്. അതേസമയം ലിയോയും എമ്പുരാനുമായിട്ടാണല്ലോ പല സിനിമാ പ്രേമികളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട താരതമ്യം. എന്നാൽ ലിയോയ്ക്ക് പോലും മണിക്കൂറിൽ 82,000-ഓളം ടിക്കറ്റുകൾ മാത്രമേ ഏറ്റവും ഉയർന്നതായിട്ട് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അതെല്ലാം തന്നെ നമ്മുടെ എമ്പുരാൻ മറികടന്നിരിക്കുകയാണ്. പുഷ്പ 2-ന്റെ 80,000-ൽ പരം ടിക്കറ്റുകളും നമ്മുടെ എമ്പുരാൻ മറികടന്നിരിക്കുകയാണ്. അതിനു മുന്നേ പല സിനിമകൾ, കൽക്കി, അനിമൽ, ഒപ്പം തന്നെ സലാർ പോലെയുള്ള പല ഇന്ത്യൻ ഹൈപ്പേറിയ സിനിമകൾ, ഒപ്പം തന്നെ SRKയുടെ സിനിമകളുടെ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന എല്ലാം തന്നെയാണ് നമ്മുടെ എമ്പുരാൻ മറികടന്നിരിക്കുന്നത്. അങ്ങനെ മലയാള സിനിമ ഒരു സ്വപ്ന തുല്യമായ നേട്ടങ്ങളിലേക്ക് പടികൾ കയറി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ബുക്ക് മൈ ഷോ നമ്മുടെ മലയാളം സിനിമ ഇങ്ങെടുത്തിരിക്കുകയാണ്. ബുക്ക് മൈ ഷോയെ തൂക്കി മറിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനിയും സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തവരുണ്ട് എന്നാണ് നമുക്കറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. രാഗത്തിൻ്റെ എല്ലാം തന്നെ പോസ്റ്റ് പ്രകാരം വെറും ഒരു മണിക്കൂറിൽ 5 ദിവസത്തെ ടിക്കറ്റ് വിൽപ്പന പൂർത്തിയായി എന്നാണ്. ഏറ്റവും വലിയ തിയേറ്ററാണ് രാഗം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മലയാള സിനിമാ പ്രേമികളെ മാത്രമല്ല, ഈ സിനിമ നിർമ്മിച്ച സിനിമയുടെ അണിയറ പ്രവർത്തകരെ വരെ ഞെട്ടിക്കുന്ന ലെവൽ ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമയുടെ കാര്യത്തിൽ നടക്കുന്നത്. കാത്തിരിക്കും അടുത്ത വാർത്തകൾക്ക്.